ഇവരെ പോലത്തെ ആളുകള് മന്ത്രിമാരായിരിക്കാൻ യോഗ്യതയുള്ളവരാണോ? അസംബന്ധം പറയാൻ നിയമസഭയിൽ കയറിയെന്ന്. എന്നിട്ട് നിയമസഭയിൽ എങ്ങനെ പ്രവർത്തിക്കണം എന്ന് പ്രതിപക്ഷത്തിന് ക്ലാസ് എടുക്കാൻ ആര്? മറ്റേ അണ്ടർവെയർ പുറത്ത് കാണിച്ച് മുണ്ടുമടക്കി കുത്തി ഡെസ്കിന്റെ മുമ്പിൽ കയറിയിരുന്ന് ഈ സാധനം മുഴുവൻ തല്ലി പൊളിച്ച് ഒരുത്തരാണ് നമുക്ക് ക്ലാസ് എടുക്കുകയാണ്. വിദ്യാഭ്യാസ മന്ത്രി. എന്റെ പിള്ളേരെ ഓർത്ത് ഞാൻ ഇങ്ങനെ സങ്കടപ്പെടാം. എന്റെ പിള്ളേരെ ഇവരൊക്കെ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുമ്പോ സ്കൂളില് പഠിക്കേണ്ട സ്ഥിതി നമ്മുടെ പിള്ളേർക്ക് ഉണ്ടായല്ലോ. കഷ്ടമെന്നല്ലാതെ എന്താ പറയാൻ? സോണിയാഗാന്ധിയുടെ വീട് റെയ്ഡ് ചെയ്യണം, സ്വർണം അവിടെയുണ്ട്. ഇത്രയും വിവരദോഷികളെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു മന്ത്രിസഭ ഈ കേരളത്തിന്റെ ചരിത്രത്തിലില്ല. അത് ഒറിജിനലായിരുന്നു ദ്വാരപാലക ശില്പം. അത് വിൽക്കാൻ വേണ്ടി വ്യാജനായി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാധനം വീണ്ടും എടുത്തിട്ട് വിൽക്കാനുള്ള പണിയായിരുന്നു. ആലോചിച്ച് നോക്കിയേ. അയ്യപ്പന് മനസ്സിലായി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പോക്ക് പോയാൽ അയ്യപ്പന്റെ തങ്ക വിഗ്രഹം കൂടി ഇവന്മാരെ അടിച്ചു മാറ്റുമെന്ന് കണ്ടപ്പോഴാണ് അയ്യപ്പനെ ആക്കിയതാണെന്നാണ് ഞാൻ പറയുന്നത്. ഞങ്ങളെല്ലാം അയ്യപ്പ ഭക്തന്മാരാണ്, അയ്യപ്പനാക്കിയതാണ്. അങ്ങനെയാണ് കോടതി ഇതെല്ലാം പുറത്തു കൊണ്ടുവരുന്നത്. ഞാൻ ഈ പറഞ്ഞ വാചകത്തിൽ എല്ലാ വാചകവും കോടതി പറഞ്ഞിട്ടുള്ളതാണ്, അന്വേഷണത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പൊ പറഞ്ഞല്ലോ സുപ്രീം കോടതി ചെന്ന് ജാമ്യത്തിൽ. സുപ്രീം കോടതി എന്താ പറഞ്ഞത്? അയ്യപ്പന്റെ സ്വർണം കട്ടിട്ട് ജാമ്യത്തിൽ വന്നിരിക്കുന്ന പോകാൻ പറഞ്ഞു. അപ്പൊ ഹൈക്കോടതി ജാമ്യം കൊടുത്തില്ല, സുപ്രീം കോടതി ജാമ്യം കൊടുത്തില്ല. അപ്പോഴാണ് ഇവർക്ക് ജാമ്യം കിട്ടാനുള്ള വഴി ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ബുദ്ധിമാന്മാര് തീരുമാനിച്ചത്. നിങ്ങള് കുറ്റപത്രം കൊടുക്കണ്ട. SITയുടെ മീതെ സമ്മർദ്ദമാണ്. കുറ്റപത്രം കൊടുക്കാതെ വെച്ചു താമസിപ്പിച്ച് ഇവരെല്ലാം പുറത്തിറക്കാനുള്ള പരിപാടിയാണ് ചെയ്യുന്നത്. ഈ സ്വർണ്ണക്കൊള്ള, ശബരിമല ശ്രീധർമ്മശാസ്താവിന്റെ സ്വർണം കവർന്ന ഈ കൊള്ളക്കാർക്ക് കൊട പിടിച്ചു കൊടുക്കുകയാണ് ഈ ഗവൺമെന്റ്. കൊട പിടിച്ചു കൊടുക്കുകയാണ് ഈ ഗവൺമെന്റ്. എന്നിട്ട് ഇത് മറച്ചു വെക്കാൻ വേണ്ടി മറ്റേ സോണിയാഗാന്ധിയുടെ കൂടെ പടം. ഇവിടെ എത്ര കള്ളന്മാര്, എത്ര പേരെ കൂടെ പടം എടുക്കണം? നമുക്ക് ആർക്കെങ്കിലും അറിയാം ഇവന്മാര് കള്ളന്മാരാണെന്ന്? ഇപ്പൊ ഞങ്ങള് മുഖ്യമന്ത്രിയുടെ കൂടെ എടുത്തില്ലേ? അപ്പൊ മുഖ്യമന്ത്രിക്കാണ് കുറച്ചുകൂടി അറിയാനുള്ള എളുപ്പം. കാരണം സ്പെഷ്യൽ ബ്രാഞ്ച് ഉണ്ട്, ഇന്റലിജൻസ് ഉണ്ട്, പോലീസ് ഉണ്ട്. പിണറായി വിജയന് മനസ്സിലായില്ലല്ലോ ഇയാൾ കള്ളനാണെന്ന് കൂടെ നിന്ന് പടം എടുത്തപ്പോ. അപ്പൊ സോണിയാഗാന്ധിക്ക് എങ്ങനെ മനസ്സിലാവുന്നത്? ആരെങ്കിലും അപ്പോയിന്റ്മെന്റ് എടുത്ത് ചെന്നവരെ കാണാം. അവരെ കാണാൻ ഒരു ബുദ്ധിമുട്ടുമില്ല ആർക്കും, അവരെ കാണാം. അപ്പൊ മന്ത്രി ശിവൻകുട്ടി നിയമസഭയിൽ പറയുകയാണ് സോണിയാഗാന്ധിയുടെ വീട് റെയ്ഡ് ചെയ്യണം, സ്വർണം അവിടെയുണ്ട്. ഇത്രയും